സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്നാണ്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി തലമുറയുടെ നേട്ടങ്ങൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇപ്പോഴുള്ള തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനെയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സുസ്ഥിര വികസനം മെയിനായിട്ടും ലക്ഷ്യം വെക്കുന്ന 3 ഭാഗങ്ങളാണ്: സാമ്പത്തികം, സാമൂഹികം, അതേപോലെ തന്നെ പരിസ്ഥിതി. ദാരിദ്ര്യമില്ലായ്മ, അതുപോലെ തന്നെ നല്ല ശുദ്ധജലം, നല്ല ആരോഗ്യം, ഇതിനൊക്കെയാണ് മെയിനായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ കുറേ ഘടകങ്ങളുണ്ട് ഗ്രാമം സുസ്ഥിരമാവാൻ. അതിൻ്റെ ഒരു ഘടകമാണ് വിൻഡ് ടർബൈൻസ്, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ തന്നെ സോളാർ എനർജി. പിന്നെ അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മഴ പെയ്ത് വെറുതെ വെള്ളം വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ വെള്ളം സംരക്ഷിച്ച് ജലസംഭരണികളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വേലിൽ അതുപോലെ ഭൂഗർഭ ജലാശയങ്ങളിലൊക്കെ വെള്ളം സംരക്ഷിക്കുക. അതിലൂടെ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കിട്ടാത്ത സിറ്റുവേഷൻസിലൊക്കെ അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഭൂഗർഭ ജലാശയങ്ങളിൽ വെള്ളം സംരക്ഷിക്കുന്നതിന് നേരത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂഗർഭ ജലനിരപ്പ് ഉയരുകയും അതേപോലെ അത് ഉയർന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ നിന്ന് വരുന്ന ഉപ്പുവെള്ളത്തെ തടയാനും സഹായിക്കും. പിന്നെ അതുപോലെ ശേഖരിച്ച് വെച്ച വെള്ളം നമുക്ക് അത്യാവശ്യം കുടിക്കാനല്ലാതെ ബാക്കി എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. കന്നുകാലികളുടെ ആയിക്കോട്ടെ, അതുപോലെ കൃഷിക്ക് അങ്ങനെയുള്ള ശുചിത്വത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വിൻഡ് ടർബൈൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് വിൻഡ് ടർബൈൻസ് എന്ന് പറയുന്നത്. അതിൽ പാരിസ്ഥിതികമായ നേട്ടമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടമുണ്ട്. പാരിസ്ഥിതികം എന്ന് പറയുമ്പോൾ ഇവ എന്താ പറയുക, ജലവും അതുപോലെ തന്നെ വായുവും മലിനമാക്കുന്നില്ല, പ്രകൃതിക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇവർ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുകയും അതുപോലെ തന്നെ കൂടുതൽ വരുമാനം നൽകുകയും ചെയ്യും. പിന്നെ അതുപോലെ ഈ സോളാർ എനർജി നമുക്ക് സൺലൈറ്റ് യൂസ് ചെയ്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുക്കിങ്ങിനും അതിനൊക്കെ സോളാർ എനർജി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഓർഗാനിക് ഫാമിംഗ് ആയാലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ജൈവവളമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് ദോഷം വരുന്നില്ല. പിന്നെ അതുപോലെ ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ജൈവ വളമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് നമ്മൾ